السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. عن أبي العنبس قال أبو العنبس رضي الله عنه പറയുന്നു قال دخلت على عبد الله بن عمرو في الوهد. ഞാൻ അബ്ദുല്ലാഹിബിൻ അമ്രിന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചു. ഫിൽ വഹത്ത്, വഹത്തിൽ വെച്ച്. വഹത്ത് എന്ന് പറഞ്ഞാൽ ത്വായിഫിലുള്ള ഒരു തോട്ടമാണ്. അപ്പോൾ ആ തോട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ അമ്ർ റളിയല്ലാഹു അൻഹു ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചു എന്ന് അബുൽ അംബസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോ അബ്ദുല്ലാഹിബിൻ അമ്ർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അബുൽ അൻബസ് താബിഈയാണ്. ഈ താബിഈ തനിക്കുണ്ടായ അനുഭവം സ്വഹാബിയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അപ്പോൾ ആ തോട്ടത്തിലേക്ക് അദ്ദേഹത്തെ അടുക്കിലേക്ക് പ്രവേശിച്ചപ്പോൾ അബ്ദുല്ലാഹിബിൻ അമ്ർ റളിയല്ലാഹു അൻഹു ഈ അബുൽ അംബസിനോട് പറഞ്ഞു, അതഫ ലനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് നേരെ ഇസ്ബാഹു, വിരലിങ്ങനെ ചൂണ്ടി, രണ്ട് വിരൽ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ നിർത്തി വളച്ച് പിടിച്ച്, അതായത് നബി തൻ്റെ വിരലുകൾ തൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ട് വിരൽ ചേർത്ത് പിടിച്ചിട്ട് അർറഹിമു ഷജ്നതും മിനർ റഹ്മാൻ. റഹിം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയതുപോലെ കുടുംബ ബന്ധം. റഹിമ് എന്നുള്ള പദം അത് ഷജ്നതും മിനർ റഹ്മാൻ, റഹ്മാനിനോട് കൂട്ടിയിണക്കപ്പെട്ടതാണ്. ഷജ്നത്ത് പറഞ്ഞാൽ ഈ വിരലുകൾ പരസ്പരം കൂർക്കുന്നതിനാണ് പറയാം. രണ്ടും വേറിട്ട് നിൽക്കുന്നതല്ല, രണ്ടും ഒന്നിച്ചുള്ളതാണ്. അപ്പൊ റഹ്മാൻ എന്ന പദത്തിനോട് കൂടിച്ചേർന്നതാണ്, ഇണങ്ങിച്ചേർന്നതാണ് ഏത് റഹം എന്നുള്ള പദം. അപ്പൊ നമ്മൾ മുമ്പുള്ള ഹദീസിൽ പഠിച്ചത് പിന്നെ റഹിം എന്നുള്ളത് റഹ്മാൻ എന്നതിൽ നിന്ന് ഇഷ്തിഖാഖാണ്, അതിൽ നിന്നുണ്ടായതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് റഹ്മാൻ എന്നതിനോട് കൂടിച്ചേർന്നതാണ്, ഇണങ്ങിച്ചേർന്നതാണ് റഹിം എന്നുള്ളത്, കുടുംബ ബന്ധം എന്നുള്ളത്. എന്നിട്ട് പറയുന്നു മൻ യസുൽഹാ യസുൽഹു, ആരെങ്കിലും അതിനെ ചേർത്തിയാൽ അള്ളാഹു അവനോട് ബന്ധം ചേർക്കും. ഒമൻ യഖ്തഅഹാ യഖ്തഅഹു, അതിനെ വല്ലവന് ബന്ധം മുറിച്ചാൽ ബന്ധം മുറിക്കുകയും ചെയ്യും, അതായത് അള്ളാഹു അവനോട് ബന്ധം മുറിക്കും എന്നർത്ഥം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഇനി ഹദീസിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ലഹാ ലിസാനുൻ ത്വൽഖുൻ ദൽഖുൻ യൗമൽ ഖിയാമ. ഈ റഹ്മിന്, കുടുംബബന്ധം എന്നതിന്, ഇപ്പൊ കുടുംബബന്ധം എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു ഹദീസിൽ മനസ്സിലാക്കേണ്ടായി. ഖിയാമത്ത് നാളിൽ ഈ കുടുംബ ബന്ധത്തിന് നാവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ നരകത്തിൽ നിന്ന് നീണ്ട കഴുത്ത് പുറത്തേക്ക് വരും, ഇത് സംസാരിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. അതൊക്കെ ഗൈബിയായ വിശ്വാസ കാര്യങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്, നമ്മളതിൽ വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ പിന്നെ അതിന് ഒരു നാവുണ്ടായിരിക്കും. ആ നാവിനെ കുറിച്ച് പറയുന്നത് ത്വൽഖുൻ ദൽഖുൻ ആണ്. ത്വൽഖുൻ ദൽഖുൻ എന്ന് പറഞ്ഞാൽ അതിവേഗതയിൽ നല്ല പിന്നെ വാചാലതയോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന നാവ് എന്നാണ്. ത്വൽഖുൻ ദൽഖുൻ, അതായത് സംസാരിക്കുന്നിടത്ത് തപ്പിപ്പിടിക്കലില്ല, അതല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു പ്രയാസമില്ല, നേരെ മറിച്ച് ഒഴുക്കോടുകൂടി വേഗതയോടുകൂടി സംസാരിക്കാൻ, സരീഉൻ നുത്ഖ് എന്നാണ് പറയാ. സരീഉൻ നുത്ഖ്, വേഗത്തിൽ സംസാരിക്കാൻ സാധിക്കുക. അങ്ങനത്തെ ഒരു നാവ് നാളെ ഖിയാമത്ത് നാളിൽ കുടുംബ ബന്ധത്തിനുണ്ടാവുന്നതാണ്. അപ്പൊ അത് സാക്ഷി പറയും, ബന്ധം ചേർത്തവരെ കുറിച്ചും ബന്ധങ്ങൾ മുറിച്ചവരെ കുറിച്ചൊക്കെ അത് നാളെ പരലോകത്തിൽ സംസാരിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത്രത്തോളം ഗൗരവം ഇതിനുണ്ട്, ബന്ധങ്ങൾ ചേർക്കലിനുണ്ട്, അത്രത്തോളം പിന്നെ പ്രാധാന്യം ആ വിഷയത്തിനുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിലും മറ്റുമെല്ലാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഇടപെടലുകളോ ഒന്നും ഒരു ബന്ധം മുറിയാൻ ഒരിക്കലും കാരണമായി തീരരുത്. കാരണം അത്രത്തോളം പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ ഈ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റഹ്മാന് എന്നുള്ള ആ വാക്കുമായി കൂടിച്ചേർന്ന് ഇണങ്ങിക്കിടക്കുന്നതാണ് റഹ്മ് എന്നുള്ള പദം. അതിനോട് വല്ലവും ബന്ധം ചേർത്താൽ അള്ളാഹു അവനുമായി ബന്ധം ചേർക്കും, ബന്ധം മുറിച്ചാൽ അള്ളാഹു ബന്ധം മുറിക്കുകയും ചെയ്യും. മാത്രമല്ല ഖിയാമത്ത് നാളിൽ അത് അതിവേഗതയിൽ സംസാരിക്കുന്ന നാവ് അതിനുണ്ടായിരിക്കും, അത് നമുക്ക് എതിരെ സാക്ഷി പറയും. അപ്പോൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് നമ്മുടെ ഈ ലോകത്തെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ചെയ്തു വെക്കേണ്ടതുമാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.